നമസ്കാരം. മുഹമ്മദ് അലി പുത്രത്ത്. ഓഗസ്റ്റ് 1 മുതൽ UPI ഇടപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. GPay, ഫോൺപേ, സൂപ്പർ മണി തുടങ്ങി അനേകം ആപ്പുകൾ നമ്മൾ ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇനി ഒരു ആപ്പിലൂടെ പരമാവധി 50 തവണ മാത്രമേ ബാലൻസ് നോക്കാൻ കഴിയൂ. ഓട്ടോ GPay ഇടപാടുകളിൽ മാറ്റം. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, EMI തുടങ്ങി ഓട്ടോ പേ വഴി നമ്മൾ നടത്താറുണ്ട്. ഈ സംവിധാനം ഒരു ദിവസം മുഴുവൻ സാധ്യമല്ല. പകരം UPI നെറ്റ്വർക്ക് തിരക്കില്ലാത്ത സമയം മാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഒരു തവണ ഓട്ടോ പേ ഫെയിൽഡ് ആയാൽ വീണ്ടും ഒരു തവണ കൂടിയേ ഈ സംവിധാനം പ്രവർത്തിക്കുകയുള്ളൂ. അതും ഫെയിലായാൽ ഉപയോക്താവിൻ്റെ അനുവാദം ആവശ്യമാണ്. ലിങ്ക് ചെയ്ത അക്കൗണ്ടുകൾ കാണുന്നതിനും പരിമിതികൾ ഉണ്ട്. ഇത് ഒരു തവണ ആപ്ലിക്കേഷൻ 25 തവണ മാത്രമേ കാണാൻ സാധിക്കൂ. പെൻഡിംഗ് ഇടപാടുകൾ, പ്രോസസ്സിംഗ് ഇടപാടുകൾ തുടങ്ങിയ 3 തവണ മാത്രമേ ഇനി ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഫോൺപേ, UPI ഇടപാടുകൾ നടത്തി കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 3 തവണ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. ഒരു വർഷം UPI അക്കൗണ്ട് തീരെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഡീആക്ടിവേഷൻ ആയിപ്പോകും. ഇനി മുതൽ UPI ഇടപാടുകൾ നടത്തുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വോയിസ് ക്ലിപ്പ് പരമാവധി ഷെയർ ചെയ്യുക.